ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ടെലിവിഷൻ അവതാരികയും അതുപോലെ തന്നെ സ്റ്റാർ മാജിക് നായികയുമായ നമ്മുടെ ഡയാന ഹമീദ് ഇന്നലെ വിവാഹിതയായി. ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെയുള്ള അമീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് വരൻ. തീർച്ചയായിട്ടും അവസാന കാലഘട്ടങ്ങളിൽ സ്റ്റാർ മാജിക് അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിൻ്റെ മുന്നേയുള്ള ഏതാനും എപ്പിസോഡുകളിൽ ഒപ്പരം ഷോ ചെയ്യാനും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാനും ഡയാന ഹമീദിനും അതുപോലെ തന്നെ അമീനും സാഹചര്യം കിട്ടിയിരുന്നു. തീർച്ചയായിട്ടും ഇവർ പ്രണയത്തിലൊന്നും ആയിരുന്നില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാണ് ഡയാന ഹമീദ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അമീനെ നിങ്ങൾക്ക് പരിചയം കാണും. സൂര്യ ടി വിയിലെ കോമഡി പരിപാടിയിലും അതുപോലെ തന്നെ ഹീറോ എന്ന് പറയുന്ന സീരിയലിലും എല്ലാം സൂര്യ ടി വിയിൽ വേഷമിട്ട ചലച്ചിത്ര രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഗ്രാജുവേറ്റും അതുപോലെ തന്നെ എഞ്ചിനീയറുമായ ഒരു വരനെയാണ് ഡയാന ഹമീദ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ പങ്കെടുത്ത ഒരുപിടി താരങ്ങൾ എല്ലാം തന്നെ ഈ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഫാമിലി ഫ്രണ്ട്സും സുഹൃത്തുക്കൾക്കും മാത്രമടങ്ങിയ ഒരു സ്വകാര്യ ചടങ്ങായിരുന്നു ഡയാന ഹമീദ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയാന ഹമീദിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എല്ലാവരും വന്നൊരു സന്തോഷം. ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ്. ഒരു അറേഞ്ച്ഡ് മാരേജാണ്. പിന്നെ മെയിനായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലേ ഇത്രയും ഈ ഒരു മീറ്റിങ്ങിന് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത്. എല്ലാം വളരെ നന്നായിട്ട് നടന്നു. എന്നിട്ട് നിങ്ങൾക്ക് അറിയണ്ടേ എൻ്റെ പേര് അമീൻ. അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റാണ്. ഹീസ് എൻ ആങ്കർ, ഹീസ് എൻ ആക്ടർ. സൂര്യ ടി വിയിൽ സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ. പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു. ലാസ്റ്റാണ് ജോയിൻ ചെയ്തത്. പിന്നെ ബിഹാം വുഡ്സിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. സൂര്യ ടി വിയിൽ സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒക്കെയാണ്. എൻ്റെ സ്ഥലം നാട് എടപ്പാളാണ്. ബൈ പ്രൊഫഷൻ ഹീസ് എൻ എഞ്ചിനീയർ, MBA ഗ്രാജുവേറ്റ്. പിന്നെ സ്ഥലം എടപ്പാളാണ്, മലപ്പുറം എടപ്പാളാണ്. എടപ്പാൾ പെരുമ്പറമ്പ് എന്ന് പറയും. എടപ്പാളുകാരനാ? അതെ. എടപ്പാളാണോ? ശരി ശരി ശരി. ഇത് അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട്. ഇല്ല ഇല്ല, നീ വന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ നിന്നായിരുന്നോ ചോദ്യം? ഓക്കെ. എന്നാലും വലിയ സന്തോഷം. എല്ലാം നന്നായിട്ട് നടന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും വന്നതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. താങ്ക് യു. ഫാമിലി ആക്ച്വലി ആതിര, ഞങ്ങളുടെ രണ്ടാളും മ്യൂച്വൽ ഫ്രണ്ടായ ആതിരയുണ്ട്. ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു നോക്കിയത്. അങ്ങനെയാണ്. ഇത് പറയാം. ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ്. നമുക്കിനി അമീൻ്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അമീൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും. അതിൽ കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട്. പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും. അമീൻ്റെ ബ്രദർ ആൻഡ് ഫാമിലി കാനഡയിലാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാലേക്ക് ആ ഫംഗ്ഷൻ എടുക്കുന്നത്. നമ്മളിത് എൻഗേജ്മെൻറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വരെ നിക്കാഹ് ഇത് ഉറപ്പിച്ചു. അങ്ങനെ ഒരു പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്തു നിന്നുള്ള ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ. കോസ്റ്റ്യൂം യെസ്. അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആല ബുട്ടിക്കാണ്. അതായത് സുരുമി ഡിസൈനർ സുരുമിയുടെ ആല ബുട്ടിക്കാണ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഷിവാസ് മേക്ക് ഓവറാണ്. പിന്നെന്താ മെഹന്തി ചെയ്തത് ഇഷ്ക് മെഹന്തിയാണ്. ഇവൻ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാജുവേറ്റായ എഞ്ചിനീയറാണ് തൻ്റെ വരൻ എന്നും അദ്ദേഹം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഫംഗ്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നും ഞങ്ങളുടെ കാര്യത്തിൽ നിക്കാഹാണ് കല്യാണം, അത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് വരൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ചാണ് ആ പ്രോഗ്രാം എന്നാണ് ഡയാന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അതിന് ഏതാനും മാസങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ശേഷമായിരിക്കും ആ കല്യാണം അവിടെ വെച്ച് നടക്കുക. കാരണം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം കാനഡയിലാണ്. അവർ വന്നതിന് ശേഷം മാത്രമേ പ്രോഗ്രാം ഉണ്ടാവുകയുള്ളൂ എന്നും ഡയാന വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഡയാന അർത്ഥശങ്കയില്ലാത്ത വിധം പറയുന്നുണ്ട്, ഞങ്ങൾ പ്രണയത്തിലൊന്നും ആയിരുന്നില്ല, അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. കാരണം നിങ്ങൾ അതിനെ തേടി പോകേണ്ടതില്ല, ഇത് അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് എന്നാണ് ഡയാനയും അതുപോലെ തന്നെ വരനും ഒരുമിച്ച് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന് എത്തിയ സ്റ്റാർ മാജിക് താരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അനിമോളും അതുപോലെ തന്നെ തങ്കച്ചനും അതുപോലെ തന്നെ അസീസ് അതുപോലെ തന്നെ ബിനു അടിമാലി എല്ലാവരും തന്നെ ഈ കല്യാണത്തിൽ എത്തിച്ചേരാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ശ്രീവിദ്യ. തീർച്ചയായിട്ടും നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. കൂടെ 5 പൈസ കൊടുത്തിട്ട് അല്ലാത്ത
ഓക്കെന്നാ അമ്പാൻ ലൂക്കാലോ എടാ എന്നെ രക്ഷപ്പെടുത്തണേ പിന്നെ നേരത്തെ വന്നില്ലേ കുറച്ച് നേരത്തെ അപ്പോൾ സ്റ്റാർ മാജിക്കിലെയും അതുപോലെ തന്നെ സീരിയൽ രംഗത്തു നിന്നുള്ള ഒരുപിടി നല്ല താരങ്ങൾ തന്നെ നമ്മുടെ ഡയാന ഹമീദിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും മംഗളാശംസകൾ അറിയിക്കുകയും അതുപോലെ തന്നെ സൗഹൃദം പങ്കിടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയാന ഹമീദിനും അതുപോലെ തന്നെ വരൻ അമീനും എല്ലാവിധ മംഗള ആശംസകളും ഞങ്ങളും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപിടി നല്ല കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ടെലിവിഷൻ അവതരണ രംഗത്തും തൻ്റെ പ്രതിഭ തെളിയിക്കാൻ ഡയാന ഹമീദിനും അതുപോലെ തന്നെ പുതുവരൻ അമീനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.